ശ്രീലക്ഷ്മിയുടെ അമ്മ അവള് മുകളിലുണ്ട്. രാജ, എന്തായി രാഗസുധയുടെ കാര്യം? അവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല ഇതുവരെ. അമ്മേ, ഇന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്ക് അവൾ രക്ഷപ്പെട്ടു പോയി. ഓ, അപ്പൊ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലേ? അതെ അമ്മേ. ഇനി എവിടെ ചെന്ന് അന്വേഷിക്കണം? ആരോട് ചോദിക്കണം? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. ഹലോ, ഇതെന്താ പതിവില്ലാതെ രാത്രി സിറ്റൗട്ടിൽ ഇറങ്ങി നിൽക്കുന്നത്? ഉറങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ലേ മാഡത്തിന്? ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച്. ആ, അതിന് പിന്നെ ഒരു കുറവുമില്ലല്ലോ ആലോചനയ്ക്ക്. താനിപ്പോ ആലോചിച്ചത് നേരത്തെ എന്നോട് ചോദിച്ച കാര്യങ്ങളല്ലേ? എന്നിട്ട് എന്നോട് പോലും പറയാതെ ഓഫീസിൽ നേരത്തെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അങ്ങനെയൊന്നുമല്ല സർ. സാറും രാജാറാം സാറും കൂടി എവിടെയോ പോകുന്നെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ നേരത്തെ ഇങ്ങി വന്നത്. സർ, ഞാൻ നേരത്തെ രാജാറാം സാറിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചോദിച്ചത് സാറിന് വിഷമായോ? എന്തിന്? തന്റെ മനസ്സിൽ എന്ത് സംശയം തോന്നിയാലും അപ്പൊ തന്നെ താൻ ചോദിക്കണമെന്നേ ഞാൻ പറയൂ. അതാലോചിച്ചിട്ടാണെങ്കിൽ എന്റെ ഭാര്യന് മഞ്ഞുകളുടെ കാര്യമില്ല. വാ, അകത്തേക്ക് പോ. ഞാൻ ഇപ്പൊ ആലോചിച്ചത് എന്താന്ന് പറയട്ടെ? ആലോചനയും പറച്ചിലും ഒക്കെ ഇവിടെ വെച്ച് തന്നെ വേണോ? നേരം പാതിരയാവുന്നു. വാ, കമ. ഫോട്ടോ എങ്ങെടുക്ക്. ഞാനോ? എന്താ പേര്? ചെവി കേട്ടൂടെ? എന്താ നിന്റെ പേരെന്ന്? രാഗസുധ. സ്വന്തം പേര് പറയാൻ കുട്ടി എന്തിനാ പേടിക്കുന്നേ? ഇയാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല സർ. ഈ പരിസരത്ത് ഇവനെ കണ്ടവരുണ്ടെന്നാ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇല്ല സർ, ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. എനിക്കിവിടെ പരിചയക്കാരൊന്നും ഇല്ല സർ. ആരാ? ഹലോ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? രവിചന്ദ്രവർമ്മനുണ്ടോ അകത്ത്? രവിചന്ദ്രവർമ്മനെന്നോ? സാറിന്റെ പേര് വിളിക്കാൻ മാത്രം ആരാ നിങ്ങള്? അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞോളാം. അങ്ങനെ അകത്തേക്ക് കയറ്റി വിടാനൊന്നും പറ്റില്ല. പോകാൻ നോക്ക്. ഇല്ല, ഞാൻ അയാളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ചുമ്മാ മെനക്കെടുത്താ പോകച്ചേ. താൻ ആദ്യം പോയി പറയടോ രാഗസുധ കാണാൻ വന്നിട്ടുണ്ടെന്ന്. പേര് പറഞ്ഞ അകത്ത് അറിയും. ശരി, ഇവിടെ നിൽക്ക്. സാറേ, ഒരു പെൺകുട്ടി കാണാൻ വന്നിരിക്കുന്നു. പെൺകുട്ടിയോ? ആര്? രാഗസുധ എന്നാ പേര് പറഞ്ഞത്. മോളെ, നീ എന്താ പകൽ സ്വപ്നം കാണുവാണോ?
ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറെ നേരം നിന്നോട് സംസാരിക്കുന്നു. ഞങ്ങൾ കരുതി ഞങ്ങൾ സംസാരിക്കുന്ന മുഴുവൻ മോള് കേൾക്കുകയായിരുന്നു. പിന്നെയാ ആളിവിടെയൊന്നും ഇല്ല, വേറെ ലോകത്താണെന്ന്. ആ പ്രായം അതല്ലേ, സ്വപ്നം കാണാനും അതിനൊത്ത് ജീവിക്കാനും ആഗ്രഹമുള്ള പ്രായം. ഈ പ്രായത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെയാ. അങ്ങനെ ഈ പ്രായത്തിലൊരു സാധാരണ പെൺകുട്ടി കാണുന്ന സ്വപ്നങ്ങളൊന്നും അല്ല ആന്റി എനിക്കുള്ളത്. അങ്ങനെ മധുര സ്വപ്നങ്ങൾ കാണാവുന്ന മാനസികാവസ്ഥയിലും അല്ല. മൈലാഞ്ചി ഇടേണ്ട കൈകളിൽ ആയുധവും, കൺമഷിയിടേണ്ട കണ്ണുകളിൽ പകയും, മനസ്സിൽ നിറയെ വൈരാഗ്യവും മാത്രമാണുള്ളത്. എല്ലാം ഉള്ളിടത്ത് നിന്ന് ഒന്നുമില്ലാതെ എന്നെ ഇവിടെ വരെ എത്തിച്ചവരോടുള്ള പകയും വൈരാഗ്യവും. ചിലപ്പോ എന്റെ ലക്ഷ്യത്തിലെത്താതെ തന്നെ ഞാൻ മരിച്ചു പോയെന്നിരിക്കും. എന്നിരുന്നാലും മരിക്കുന്നതിന് ഒരു നിമിഷം മുന്നെയെങ്കിലും ഞാൻ അവനെ വക വരുത്തിയിരിക്കും. അതാ എന്റെ സ്വപ്നവും ജീവിത ലക്ഷ്യവും. മോളുടെ സംസാരത്തിൽ നിന്ന് മോളോട് ആരൊക്കെയോ വലിയ ചതികൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതൊന്നും നീ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അറിയാം. അതുകൊണ്ട് കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് ഇതുപോലൊരു മോളുള്ളതുകൊണ്ട് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനൊരു കാര്യം പറയാം. മോൾക്കത് ഉൾക്കൊള്ളാതിരിക്കാം. നമ്മളോട് ആരെങ്കിലും, അത് വീട്ടുകാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ശത്രുക്കളായിക്കോട്ടെ, ആരായാലും ശരി, അവർ നമ്മളോട് എന്ത് ചതി ചെയ്തു എന്ന് പറഞ്ഞാലും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് മോൾക്കറിയാമോ? ക്ഷമ. തിരക്കിനിടയിൽ താൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അത് ഓർമ്മിക്കാനും ആ ഓർമ്മകളെ തിരികെ കൊണ്ടുവരാനുമുള്ള സമയമായി എന്ന് മാത്രം താനിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. സമയമുണ്ട്, തനിക്ക് ആലോചിക്കാം. വാലന്റൈൻസ് ഡേ ഈ മാസത്തേക്ക് മാറ്റിയോ? അല്ല ബ്രദറൻലോ, ഈ റൊമാൻസിന്റെ ഒക്കെ പ്രായം കഴിഞ്ഞു പോയില്ലേ ബ്രദറൻലോയ്ക്ക്? ഇപ്പോഴും ഇങ്ങനെ പൈങ്കിളി ഡയലോഗൊക്കെ പറയുന്നതേ ഭയങ്കര ബോറാണ് കേട്ടോ. ആർക്കാണ് രേഖ പ്രായത്? തന്നെക്കാളും യങ്ങാണ് എന്റെ ചേട്ടായി. വെരി എനർജറ്റിക് ആൻഡ് ഹാൻഡ്സം. രവിചന്ദ്രവർമ്മൻ എവിടെ നിൽക്കുന്നു? ഓഫീസിലെ റൂമറുകളും മറ്റും കണ്ടുപിടിച്ച് നടക്കുന്ന താൻ എവിടെ നിൽക്കുന്നു? രഘു, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലാത്ത കാര്യങ്ങളോ? ഉള്ള കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. രഘു, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ വഴക്കൂടുന്ന? രണ്ടാളോടും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അനിയത്തി കുട്ടി ഒരു തമാശ പറഞ്ഞല്ലേ. നല്ല തമാശകളെ തിരിച്ച് തമാശകൾ കൊണ്ട് തന്നെ നേരിടാൻ പഠിക്കണം. അല്ലാതെ ഇങ്ങനെ വഴക്കിടുകയല്ല വേണ്ടത്. ഓക്കെ. കഴിക്കേ കഴിക്കേ പിടിക്കണം. എന്നും എപ്പോഴും സാറിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. എനിക്കിതിനൊക്കെ യോഗ്യത ഉണ്ടോന്ന് പോലും ഞാൻ ഇപ്പോഴും സംശയിക്കുന്നു. യോഗ്യതയല്ല ശ്രീലക്ഷ്മി, ഞാൻ തനിക്ക് തന്നിരിക്കുന്നത് അവകാശമാണ്. എന്നെ സ്നേഹിക്കാനും നിയന്ത്രിക്കാനുള്ള അവകാശം.
തന്നെ പിരിഞ്ഞ് ഒരു ജീവിതവും ലോകവും എനിക്കുണ്ടാവില്ല. നമ്മളെ പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പ്രണയിക്കുന്ന രണ്ടുപേർ. ആ പിന്നെ എങ്ങനെയുണ്ട് ഈ എളിയ കലാകാരന്റെ സർപ്രൈസ്? ചെറിയ സർപ്രൈസോ? ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സർപ്രൈസ് ഇത്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസങ്ങളിൽ ഒരു ദിവസത്തിന്റെ തുടക്കം. അതാണ് ഇന്നെനിക്ക്. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. ആ വാ, നമുക്ക് ഈ ഗസ്റ്റ് ഹൗസ് മുഴുവൻ നടന്നു കാണാം. കമാ. ഞാൻ അകലം തോറും സാറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് എന്നെ പലപ്പോഴും മനസ്സിലാക്കി തരുന്നുണ്ട്. സാറിന്റെ സന്തോഷം ഞാനായിട്ട് കളയുന്നത് ശരിയല്ല. രാഗസുധയെ വേഗം കണ്ടുപിടിച്ച് സത്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കി സാറിന്റെ ശ്രീലക്ഷ്മിയായി ജീവിക്കണമെന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. സമയം കുറവാണെങ്കിലും സാറിനോടൊപ്പം ഇവിടെയുള്ള കുറച്ച് ദിവസങ്ങൾ ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാ. അത് നഷ്ടപ്പെടുത്തിയ അതൊരു തീരെ നഷ്ടമായി മാറും എനിക്ക്. ഇനി കുറച്ചു ദിവസം സാറിൻ്റെത് മാത്രമായി എനിക്ക് ജീവിക്കണം. രവി സാറിന്റെ മാത്രം ശ്രീലക്ഷ്മി. രാഗസുധേ, എന്താ രാഗസുധേ, എന്നെ നീ ഒരിക്കലും ഇവിടെ ഇപ്പൊ നീ പ്രതീക്ഷിച്ചില്ലല്ലേ? പ്രതികാരം ചെയ്യാൻ വന്ന നിന്റെ മുഖത്ത് ഇപ്പൊ നിഴലിക്കുന്നത് പകയല്ല, ഭയമാണ്. നീ ഈ വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞപ്പോഴേ ഞാൻ അറിഞ്ഞു. രവിയെ കൊല്ലാൻ തക്കം പാർത്ത് നടക്കുന്ന നീ ഏത് നിമിഷവും ഇവിടെ എത്തുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഗായത്രി അമ്മ ക്ഷേത്രത്തിലേക്ക് പോയതും രഘു സാറും രേഖ മേഡവും ഷോപ്പിങ്ങിന് പോയതും സെർവൻസിനെയും സെക്യൂരിറ്റീസിനെയും എല്ലാം ഞാൻ ഇവിടുന്ന് മാറ്റിയതും. ഈ പറഞ്ഞവരാരെ എനിക്ക് ആവശ്യമില്ല രാജാറാം. അതെനിക്കറിയാം. എന്തായാലും നീ അന്വേഷിച്ചു വന്നയാൾ ഇവിടെ ഇല്ല. രവിചന്ദ്രവർമ്മന്റെ സെക്യൂരിറ്റി ഓഫീസർ രാജാറാം അവരെയെല്ലാം സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ഒരേ ഒരു മുഖം മാത്രമേ വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുള്ളൂ. ആ ആഗ്രഹം നല്ല കാരമുള്ളിന് കോറിയിട്ടിട്ടുണ്ട്. ദാ ഇവിടെ നേരിൽ കാണുന്ന നിമിഷം അമാന്തമില്ലാതെ അവന്റെ തല അരിഞ്ഞിടും ഞാൻ. അതിനാ നീ ഉൾപ്പെടെ ഇത്രയും സന്നാഹമുള്ള അവന്റെ തന്നെ പാളയത്തിലേക്ക് ഈ രാഗസുധ വന്നത്. ആ ഒരു തീരുമാനത്തിൽ നിനക്ക് തെറ്റിപ്പറ്റിപ്പോയി രാഗസുധ. പ്രണയവർഷ ദിനത്തിൽ സാറിന്റെ സ്വന്തം ശ്രീലക്ഷ്മി തരുന്ന സമ്മാനം. എന്നാ പിന്നെ കേക്ക് മുറിച്ചാലോ? വാ.
രാഗസുതയ്ക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ. സാധിച്ചു തരാനൊന്നും പറ്റില്ല, എങ്കിലും കേൾക്കാം. കാരണം ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ നീ ഈ ഭൂമിയിൽ. ഓ അങ്ങനെയാണോ? നിന്റെ ബോസ് പറഞ്ഞത് എന്നെ കൊല്ലരുതെന്നല്ലേ? രവിയ, നിന്റെ കാര്യം അറിയാൻ വിളിച്ചതാ. ഇനി ഞാൻ ഈ കോൾ എടുക്കുന്നത് നീ മരിച്ചതിന് ശേഷമായിരിക്കും. കൊല്ലരുതെന്ന് രവി പറഞ്ഞെങ്കിലും നീ ജീവനോട് ഇരുന്ന ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും അത് രവിക്ക് ആപത്തായി മാറും. ഉറപ്പാണ്. കൊന്നാലല്ലാതെ എന്റെ മനസ്സിലുള്ള പക അടങ്ങില്ല രാജാറാം. എന്തൊക്കെയായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സർവവും അടക്കി ഭരിക്കുന്ന രവിവർമ്മന് എന്റെയും രാഗസുധയുടെയും മറുപടി നിന്റെ ജീവനറ്റ ശരീരം. വേണ്ട ബാലമ്മ, എന്റെ യുദ്ധവും പോരാട്ടവും ഇവനോടല്ല. ഇവൻ ജീവിച്ചിരിക്കണം. രവിവർമ്മൻ എനിക്ക് ഭിക്ഷയെ തരാന്ന് പറഞ്ഞ എന്റെ ജീവൻ അവന്റെ വിശ്വസ്തനായ കൂട്ടുകാരന് ഞാൻ ദാനമായിട്ട് കൊടുക്കുന്നു. ഇനി മേലിൽ എന്റെയും അവന്റെ ഇടയിൽ നീ കേറി വന്നാൽ ഈ സൗജന്യം ഇനി കിട്ടിയെന്ന് വരില്ല. നീ നല്ലൊരു വേട്ടപ്പട്ടിയാ. യജമാനന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ശത്രുക്കളെ കടിച്ചു കീറാൻ മടിയില്ലാത്ത വേട്ടപ്പട്ടി. നിന്റെ വീറും വാശുവൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമല്ല നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിൽക്കുമ്പോഴും നീ ഒട്ടും പതറിയിട്ടില്ല, ഒന്ന് ചലിച്ചിട്ടില്ല. നീ അവനെ അറിയിക്കണം, കൊടുങ്കാറ്റിന് സമമായി രാഗസുധ ഈ വീട്ടിലേക്ക് കയറി വന്ന കാര്യം, നിന്റെ ജീവൻ ഭിക്ഷയായിട്ട് തന്ന കാര്യവും. ഇനി നീ എനിക്ക് നേരെ കളിക്കാൻ വരുന്നത് നീ നിന്റെ തന്നെ സഞ്ജയനെക്കാട് അടിക്കാൻ കൊടുത്തതിന് ശേഷമായിരിക്കണം. നീ കേൾക്കാൻ ഒന്നുകൂടി പറയാം. രവിചന്ദ്രവർമ്മനെ ഞാൻ കൊല്ലും. ബാലമ്മ, ഇത്രയും വർഷം കാത്തിരുന്നിട്ട് ഇപ്പൊ കാണിച്ചത് എടുത്തിയാട്ടമായിപ്പോയി. ഞാൻ വരാൻ അല്പം വൈകിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? അറിയാമായിരുന്നു, ഒന്നും സംഭവിക്കില്ല എന്നറിയാമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് രാഗസുധയുടെ ജീവൻ എടുക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. ആ രവിവർമ്മനെ കൊന്ന് എന്റെ ചേച്ചിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നത് വരെ ഈ രാഗസുധയ്ക്ക് ഒരു പോറല് പോലും ഏൽക്കില്ല. ഏൽപ്പിക്കില്ല എന്റെ മുത്തുമാരി അമ്മൻ. എന്റെ ചേച്ചിയെ പോലെ വേറൊരാളുടെ കൈകൊണ്ട് മരണപ്പെടേണ്ടവളല്ല ഞാൻ. എന്റെ ചേച്ചിക്ക് പറ്റിയ അബദ്ധം അനിയത്തിക്ക് ഒരിക്കലും പറ്റാൻ പോകുന്നില്ല. എന്നാലും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല.
കാരണം ബാലമ്മയുടെ യഥാർത്ഥ മുഖം അവര് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അവര് വെറുതെ ഇരിക്കില്ല. ഏത് വിധേനയും അവര് നമ്മളെ തേടി കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിനു മുമ്പ് ആ രവിവർമ്മനെ പറഞ്ഞയക്കണം എനിക്ക്. പക്ഷെ എങ്ങനെ? രാഗസുത കരുതും പോലെ അത്ര നിസാരമല്ലത്. ഇത്രയും സെക്യൂരിറ്റീസിനെയും ഭേദിച്ച് രവിയുടെ ദേഹത്തൊന്ന് സ്പർശിക്കാൻ പോലും പറ്റുക എന്നുള്ളത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ആ വീട്ടിലുള്ളപ്പോ എല്ലാ വിവരങ്ങളും അപ്പപ്പോ അറിയിച്ചാണ് നമ്മൾ ഇത്രയും കളികൾ കളിച്ചത്. ഇപ്പോ ഇത്രയും നാളും ഞാൻ അവരുടെ മനസ്സിൽ പടുത്തുയർത്തിയ വിശ്വാസം നശിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങനെ രാഗസുതയെ സഹായിക്കും? ഇത്രയും നാളും നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആകുമോന്നാ ഇപ്പൊ എന്റെ ഭയം. ഭയന്നിട്ട് പ്രയോജനം ഇല്ല ബാലമ്മേ. ഇപ്പൊ ഈ സംഭവിച്ചതെല്ലാം നല്ലതിനാന്ന് വിശ്വസിക്കും. ഒളിച്ചു താമസിച്ചിരുന്ന ഞാൻ അപ്രതീക്ഷിതമായി ഇവിടെ എത്തിയത് ബാലമ്മ ആരാണെന്ന് അവര് മനസ്സിലാക്കിയതും ഒക്കെ യാദൃച്ഛികമായി സംഭവിച്ചതാണെങ്കിലും അതൊക്കെ നല്ലതിനാണെന്ന് വിശ്വസിക്ക്. ഒന്നിനും ഇനി അധിക സമയമില്ല ബാലമ്മ. ഇപ്പൊ ബാലമ്മ ചെയ്യേണ്ടത് കുറച്ചു ദിവസത്തേക്ക് അവരുടെ കണ്ണിപ്പെടാതിരിക്കുക എന്നുള്ളതാ. തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറിക്കോ. പറ്റുമെങ്കിൽ ആശ്രമത്തിലേക്ക് പൊയ്ക്കോ. എപ്പോ എന്ത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ അറിയിക്കാം. പിന്നെ ഫോൺ തൽക്കാലത്തേക്ക് ഓൺ ആക്കണ്ട. ഇപ്പോഴും നമ്മുടെ ലക്ഷ്യം രാഗസുധ തന്നെയായിരിക്കണം. ബാലമ്മയെ പോലുള്ള ചാരന്മാർ ഇനിയും നമ്മളുടെ ഇടയിൽ അവളെ സഹായിക്കാനുണ്ടാവും. അവളെ പിടിക്കാനായാൽ മറഞ്ഞിരിക്കുന്ന ആ ചാരന്മാരെ നമുക്ക് പിന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവർ തനിയെ വന്നിടത്തേക്ക് തന്നെ മടങ്ങിക്കോളും. എനിക്ക് മനസ്സിലായി രവി. ഞാനും ശ്രീലക്ഷ്മിയും ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരികെ വരുന്നതിന് മുമ്പ് നീ അവളെ ലോക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് ശ്രീലക്ഷ്മിയുടെ ജീവനും ആപത്താണ്. ഞാൻ നോക്കിക്കൊള്ളാം രവി. അവളുടെ രക്ഷയ്ക്ക് ആര് വന്നാലും അടുത്ത തവണ അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അതത്ര എളുപ്പമുള്ള കാര്യമല്ല രാജാറാം. മീനിന്റെ ജന്മമാ അവളുടേത്. കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുന്ന അടുത്ത നിമിഷം അവൾ വഴുതിപ്പോവും. ഇനി അങ്ങനെ ഉണ്ടാവില്ല രവി. ശരി. പിന്നെ എനിക്ക് നിന്നോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് അവിടെ നടന്ന കാര്യങ്ങളും ബാലമ്മയുടെ കാര്യങ്ങളും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. വേറെ ആരോടും പറയണ്ട, പ്രത്യേകിച്ചും അമ്മയോട്. അത് ചിലപ്പോ ആ പാവത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. കൂടെ നിന്ന് ചതിച്ചെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. അയാൾ തന്നെ അയാളുടെ ചിത കൂട്ടിയെന്നൊരർത്ഥം. പിന്നെ ഞാൻ ഇന്ന് രവിയുടെ കാര്യം പറഞ്ഞത് മുൻകൂട്ടിയുള്ള അറിവോടെയല്ല. രവിയെയും രവിയുടെ മനസ്സിനെയും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഒരു ദിവസം പോലും ശ്രീലക്ഷ്മിയെ പിരിഞ്ഞിരിക്കാൻ രവിക്ക് ആവില്ലെന്നറിയാവുന്നതുകൊണ്ട്. അല്ലാതെ മുൻകൂട്ടി ഒന്നും അറിയാനോ പറയാനോ ഒന്നും എനിക്കാവില്ല ശ്രീലക്ഷ്മി. നീ കാണുന്നത് തന്നെയാണ് ഞാനും കാണുന്നത്. നീ കേൾക്കുന്നതേ ഞാനും കേൾക്കൂ. മനസ്സിലായി. ഞാനും സാറും ഒരുമിച്ച് കുറച്ചു ദിവസം മാറി നിൽക്കാൻ വന്നതാ. സാറിനോടൊപ്പമുള്ള ഓരോ നിമിഷവും എനിക്ക് വിലയേറിയതാ. തിരിച്ചു വരില്ലെന്നോ? തിരിച്ചു വരില്ലെന്ന് ആ കുട്ടി നിങ്ങളോട് പറഞ്ഞിട്ടാണോ പോയത്? അതിപ്പോ പറഞ്ഞിട്ട് പോകണമെന്നുണ്ടോ? ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ചെയ്യ് ഇത് ചെയ്യുന്ന നീ പറഞ്ഞത് കേട്ട് പേടിച്ച് മടുത്ത് കാണും ആ കുട്ടിക്ക്. അതുകൊണ്ട് ആ കുട്ടി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നണത്. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ വായിരിക്കുന്ന കേൾക്കാതെ നിങ്ങൾക്ക് സമാധാനാവില്ലല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞാണോ കുറ്റായത്?
നീ ചെയ്യുന്നതൊക്കെ ശരി, ഞാൻ പറയുന്നതൊക്കെ തെറ്റും. ഞാൻ ആ കുട്ടിയെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുന്നത് നിങ്ങൾ കണ്ടോന്ന്? നീ ഇപ്പൊ എന്നെ തല്ലൂന്ന് തോന്നണല്ലോ സരോജ. നിങ്ങളെ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഓ, എന്നാലും ആ കുട്ടി എവിടെ പോയതായിരിക്കും സരോജം? ആ എനിക്കറിയാവോ? എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളല്ലേ കാശ് കൊടുത്ത് വിട്ടത്. ഞാനെങ്ങാനും ആയിരുന്നു കാശും കൊടുത്ത് പറഞ്ഞു വിട്ടെങ്കിലേ നിങ്ങൾ എനിക്ക് സമാധാനം തരുമായിരുന്നോ? ഓ, ഞാനൊരു സംശയം പറഞ്ഞെന്നേ ഉള്ളൂ. നീ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. ആ കുട്ടി വരും, വരാതെ എവിടെ പോനാ? എന്താ മോളെ വല്ലാതിരിക്കുന്നത്? എന്തുപറ്റി? എന്താ മോൾക്കൊരു വല്ലായിക? എവിടെയായിരുന്നു ഇത്രയും നേരം? എന്താ സുധേ, ശ്രീടച്ചൻ ചോദിച്ചത് കേട്ടില്ലേ? എവിടെയായിരുന്നു ഇത്ര നേരം? അതാൻറ്റി, പോകുന്ന വഴിയില് ഞാൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കണ്ട് സംസാരിച്ചു നിന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല. പരിചയമുള്ള ആളോ? ആര്? നോണ. എന്തിനാ സുധ ഞങ്ങളോട് നുണ പറയുന്നത്? സുധ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ലെന്ന് വിചാരിച്ചോ? ആന്റി, ഞാൻ പറഞ്ഞ സത്യവാ. അല്ല, നുണയാണ് നീ പറയുന്നത്. എന്താ ആന്റി അങ്ങനെ പറയുന്നേ? ഞാനെന്തിനാ ആന്റിയുടെ അടുത്ത് നുണ പറയുന്നേ? എനിക്ക് സത്യം അറിയാം, അതുകൊണ്ട്. നീ പറയുന്ന നുണയാണെന്ന് എനിക്ക് മനസ്സിലായി സുധേ. എത്ര ആവർത്തിച്ച് കേട്ടാലും മടുപ്പ് തോന്നാത്ത പ്രിയപ്പെട്ടതെന്തോ സാറിന്റെ ഓരോ വാക്കുകളിലും ഉണ്ട്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒപ്പം നിൽക്കുന്ന, നമ്മുടെ മനസ്സൊന്നിടറിയ, കണ്ണൊന്ന് നിറഞ്ഞാൽ ആശ്വാസം നൽകുന്ന ഒരാളെയെങ്കിലും ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കണമെന്ന്. ലാഭം മാത്രം നോക്കി ബന്ധം നിലനിർത്തുന്ന ഈ ലോകത്ത് നഷ്ടം എത്ര വന്നാലും എന്നും കൈവിടാതെ മുറുകെ പിടിക്കുന്ന ഒരാള് നമ്മോടൊപ്പം ഉണ്ടാവണം. അങ്ങനെ ഒരാളാണ് എന്റെ മുന്നിൽ ഈ നിൽക്കുന്നത്. പിന്നെ ഇതിനെല്ലാം പുറമെ പ്രേമിക്കുന്നതിന് ഒരു പ്രത്യേക ഭാഷയുടെ ആവശ്യമൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ തന്നെയല്ലേ? എത്ര നാളാ നമ്മൾ കണ്ണുകൾ കൊണ്ട് ഒരക്ഷരം മിണ്ടാതെ സ്നേഹിച്ചത്. മതി മതി, ഇനി നമുക്ക് ഉറങ്ങണ്ടേ? ഒരു ടെൻഷനും പ്രശ്നങ്ങളും ഇല്ലാതെ മനസ്സമാധാനമായിട്ട് ഉറങ്ങണം. വാ. സുരശ്മി, ശ്രീലക്ഷ്മി, സുരശ്മി, ഇവിടെ എവിടെ പോയി? ഇത്ര രാവിലെ തന്നെ? ഹലോ. അമ്മേ, ശ്രീലക്ഷ്മി അവിടെ വന്നിരുന്നോ? ഇല്ലല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല അമ്മേ, രാവിലെ ശ്രീലക്ഷ്മിയെ കാണുന്നില്ലെന്നോ? ശ്രീലക്ഷ്മി പിന്നെ എവിടെ പോയി? ടെൻഷനൊന്നും വേണമ്മേ, ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാനൊന്ന് വിളിച്ചു നോക്കിയെന്നേ ഉള്ളൂ. ഞാൻ വിളിക്കാമേ. ശരി.
സുധമോളെ, മോളെ, ആന്റി, ദേ ഈ ഫോണൊന്നെടുത്തേ. മൈ ഗോഡ്, ഇതിവിടെ പോയി. വാട്ട്? താൻ എന്താണോ ഈ പറയുന്നത്? സർവീസ് റിവോൾവർ നഷ്ടമായിരുന്നു? സോറി സാർ. എന്ത് സോറി? സോറി പറഞ്ഞാൽ തീരാവുന്നതാണോ ഈ കാര്യം? താനിവിടെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ എവിടെയൊക്കെയാണോ സർക്കിട്ട് അടിച്ചത് അവിടേക്ക് പോയി അന്വേഷിക്കണോ? എന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് വാ. സാർ, റിവോൾവർ വണ്ടിയിൽ തന്നെ വച്ചിരുന്നത്. ഞാൻ ഇന്നത്തെ ദിവസം അത് കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഓ, തന്റെ ജീപ്പിലിരുന്ന സാധനം പിന്നെ തനിയെ എഴുന്നേറ്റ് പോയോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വലിയൊരു വീഴ്ചയാണ് തന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വകുപ്പ് തല അന്വേഷണം വരും. ഈ ജീപ്പിൽ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയതാണെങ്കിൽ IPC 379 തലയിലോട്ട് കെട്ടിവെച്ചു തരും. അതല്ല, ഇനി തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണെങ്കിലും കേസൊക്കെ സമാന രീതിയിൽ തന്നെ. ഇതൊന്നും തനിക്ക് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അറിയണ്ട. അറിയിക്കേണ്ടവരെ ഞാൻ അറിയിച്ചോളാം. ആദ്യം റിവോൾവർ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേ. ഈ കേസ് ഞാൻ അന്വേഷിച്ച് സഹോദരിയെ കൺമുന്നിൽ നിർത്തി തന്നാൽ എനിക്കൊരു പ്രത്യുപകാരം ചെയ്തു തരണം. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? മാഡം വിചാരിച്ചാൽ അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അയ്യോ, ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. മാഡത്തിന്റെ ഭർത്താവ് വിചാരിച്ചാൽ നിസ്സാരമായി ഒരു ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അതിന് എനിക്കെന്റെ ജീവന്റെ വിലയുണ്ട്. എന്റെ ജോലിയുടെ പ്രശ്നമാണ്. സാറ് തെളിച്ചു പറയൂ. സർവീസ് റിവോൾവർ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ പ്രകാരം അന്വേഷണ വിധേയമായി എന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, സസ്പെൻഷൻ ഉറപ്പാ. അതൊന്ന് മാഡം ഭർത്താവിനോട് പറഞ്ഞ് ശരിയാക്കി തന്നാൽ മാത്രം മതി. ശരി, ഞാൻ സാറിനോട് പറഞ്ഞ് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. അത് പക്ഷേ എന്റെ സഹോദരിയെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിച്ചാൽ മാത്രം. വളരെ ഉപകാരം മാഡം. പിന്നൊരു കാര്യം, സാർ അന്വേഷിക്കുന്നത് വളരെ രഹസ്യമായിട്ടാവണം. നമ്മൾ രണ്ടാളും അല്ലാതെ വേറെ ഒരാൾ പോലും ഇക്കാര്യം അറിയരുത്. അക്കാര്യം ഞാൻ ഏറ്റു മാഡം. ഇതാണ് മിസ്സിംഗ് ആയ സഹോദരിയുടെ ഫോട്ടോ. പേര് രാഗസുധ. അതൊക്കെ ശരി. ഇതൊക്കെ എന്താണാവോ? ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോ മുതല് സാർ എനിക്ക് കുറെ സർപ്രൈസ് തന്നില്ലേ? അപ്പോ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ?
ഞാൻ തന്നതൊക്കെ വെച്ച് നോക്കുമ്പോ ശരിക്കും സർപ്രൈസ് ഇതാണെന്ന് ഞാൻ പറയും. തന്നെ കാണാതായ വെപ്രാളത്തിൽ നിന്നും ഇങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന ഒരു സർപ്രൈസ് തന്ന് ശരിക്കും തന്നെ ഞെട്ടിച്ചളഞ്ഞു. മാലാഖമാരെ പോലെയുള്ള ഈ കുഞ്ഞുങ്ങൾ നമ്മളുടെ പ്രധാന ദിവസങ്ങളിലെ എല്ലാത്തിനും സാക്ഷിയായി സ്ഥിരമായി എത്താറുള്ള അതിഥി. അതിന് ഇത്രത്തോളം ഒരു അർത്ഥമുള്ളത് സാറിന്റെ വർണ്ണനയിൽ നിന്നാ മനസ്സിലായത്. താൻ എന്തുദ്ദേശത്തിൽ ചെയ്തതായാലും എനിക്കൊരുപാട് ഇഷ്ടമായി. അത് കേട്ടാ മതി. ഈ ബലൂണിലെ അക്ഷരങ്ങൾ പോലെ എന്നും ചേർന്നിരിക്കണമെന്നേ എനിക്കുള്ളൂ. അതിൽ ഒരു സംശയം തനിക്ക് വേണ്ട. ഇങ്ങനെ ചേർന്ന് തന്നെ നിൽക്കും. അതിനിടയില് വേറെ ആരും വേണ്ട. സാന്ദ്ര മേഡം, എന്താ ഇത്? ഞാൻ ചോദിച്ച കേട്ടില്ലേ? ശ്രീലക്ഷ്മി കണ്ടത് തന്നെ, അതിനപ്പുറം ഒന്നുമില്ല. ആ, ഇനി നിങ്ങൾ പോയി കളിച്ചോ. ഞാൻ കണ്ടത് എന്റെ ഭർത്താവിന്റെ പേരിനൊപ്പം സാൻഡ്ര എന്ന പേരാണ്. അതെന്തുദ്ദേശത്തിലാണെന്നാ ഞാൻ ചോദിച്ചതും എനിക്ക് മനസ്സിലാവാത്തതും. കണ്ടതും മനസ്സിലായതും ഒന്നു തന്നെയാണ്. രവി സാറും ശ്രീലക്ഷ്മിയും അകന്നു നിൽക്കുന്ന സാഹചര്യത്തില് ശ്രീലക്ഷ്മിയിൽ നിന്ന് സാർ ആഗ്രഹിച്ച സ്നേഹവും സന്തോഷവും ഇപ്പൊ സാർ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സാറിന്റെ ആ ആഗ്രഹത്തോടൊപ്പം നിൽക്കാൻ ഞാനും തീരുമാനിച്ചു. അത്രയുള്ളൂ. മാഡത്തിനോട് ആര് പറഞ്ഞു ഞാനും സാറും അകൽച്ചയിലാണെന്ന്? ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ, ഈ ഒരു വിഷയം ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഇട വരരുതെന്ന്. ഇനി എനിക്കും ശ്രീലക്ഷ്മിക്കും ഇടയിൽ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, രവിവർമ്മൻ എന്ന വിഷയം. അത് ശ്രീലക്ഷ്മിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പാഠ്യവിഷയമല്ല. അതുകൊണ്ട് കൂടുതലായിട്ട് പഠിക്കാൻ നിൽക്കണമെന്നില്ല. ഇനി പഠിച്ചേ തീരുമെന്നാണെങ്കിൽ അത് പഠിപ്പിക്കാൻ ഈ സാൻഡ്രയ്ക്ക് അറിയാം. നജീബേ, താൻ എന്താ പറയാൻ വന്നത്? താൻ പോയോ? പോയെങ്കിൽ പോട്ടെ. രേഖ മാഡം എന്താ മിണ്ടാതിരിക്കുന്നത്? ഓ, 2 തവണയും ഞാൻ മാഡത്തിനെ പറ്റിച്ച ദേഷ്യത്തിലാണല്ലേ? അതിന് ഞാൻ മാഡത്തിനോട് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. 1 പഴിച്ചാൽ 3 മാഡം. ഇത്തവണ ഞാൻ ഉറപ്പായും രവി സാറിന്റെയും സാൻഡ്ര മാഡത്തിന്റെയും സെൽഫി ആ സുദർശനെയും സരോജത്തിനെയും കാണിച്ചിരിക്കും. മാഡം സ്വർണം തന്നെ പറ്റിച്ചപ്പോഴും 25 ലക്ഷം രൂപ തന്നപ്പോഴും എനിക്കതിന് സാധിച്ചില്ല. പക്ഷേ ഇത്തവണ ഞാൻ ആ ഫോട്ടോ അവരെ കാണിക്കും മാഡം. എന്നിട്ട് രവി സാറും ശ്രീലക്ഷ്മിയുമായുള്ള ജീവിതം നശിപ്പിച്ച് ആ സാൻഡ്ര എന്ന് പറയുന്ന പത്രാസുകാരിയുടെ ജീവിതവും കുളം തോണ്ടി മാഡത്തിന്റെ ആഗ്രഹം പോലെ വർമ്മൻ വില്ലയിലെ രാജ്ഞിയാക്കി തരാം ഈ ത്രിവിക്രമൻ. അല്ലെങ്കിലും ആ സാൻഡ്ര എന്ന് പറയുന്നവർക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. നിയന്ത്രിക്കാൻ പറ്റുന്ന കുതിരയുടെ പുറത്തെ ഏതൊരു യോദ്ധാവും കയറാവൂ, ഇല്ലെങ്കിൽ തെറിച്ച് താഴെ വീഴും. ഈ സാൻഡ്ര അങ്ങനെ വല്ലതുമാണോ? ഇപ്പൊ ലക്ഷ്യം വെച്ചിരിക്കുന്നത് രവിസാറിനെയാണെന്ന് ഞാനും അറിഞ്ഞു. ഈ സാൻഡ്രയെ അത്ര നിസ്സാരമായി കാണുന്നത് അപകടമാണ്. രവി സാറാണെങ്കിൽ ഒരിക്കലും മെരുങ്ങാത്ത കുതിരയും. ഈ സാൻഡ്ര വൈസ് പ്രസിഡന്റ് ഒക്കെ തന്നെയാ. പക്ഷെ ചില സമയം അവളുടെ സ്വഭാവം കണ്ട ചെകിട്ട് നോക്കി വരണം. അയ്യോ മാഡം, മാഡം എന്തിനാ എന്നെ അടിച്ചത്? എന്നെ കൊല്ലല്ലേ, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. നീ മരിക്കണമെങ്കിലും ഈ ചുവരുകൾക്കുള്ളിൽ നിന്നും പുറത്തു പോകണമെങ്കിലും അത് എന്നെയും നിന്നെയും
ഇത്രയും നാൾ തീറ്റിപ്പോറ്റിയ നിന്റെ ഉടയോൻ വന്നതിന് ശേഷം. പക്ഷേ അതിനു മുമ്പ് എന്റെ കണക്കുകൾ ഞാനങ്ങ് തീർത്തേക്കാം. പറ, എന്റെ ജീവൻ എനിക്ക് തരുന്ന ഭിക്ഷ അല്ലടാ? ആശായ വേഷത്തിൽ നിന്ന് ഈ കാണുന്ന മോസ്റ്റ് മോഡേൺ ഗെറ്റപ്പ് അക്ഷരാർത്ഥത്തിൽ നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. പല തവണകളായി രാമായണവും ഭഗവത്ഗീതയും മാറി മാറി ഉപയോഗിച്ചിരുന്ന നിന്റെ കയ്യിൽ ആയുധങ്ങൾ, ഒരാളെ ഗൺ പോയിന്റിൽ നിർത്താനുള്ള ചങ്കുറപ്പ്, നല്ലത് മാത്രം സംസാരിച്ചിരുന്ന നിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് വികട സരസ്വതി ഭാഷ. അമ്പലവാസി എന്ന ലേബലിൽ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പറ്റം ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് അവരുടെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് നീ പ്രാർത്ഥിച്ചതൊക്കെയും അവരുടെ തന്നെ നാശത്തിന് വേണ്ടിയിട്ട്. നേരിട്ടല്ലാതെ തന്നെ ആ വീട്ടിലുള്ള സകലരുടെ മനസമാധാനം കളഞ്ഞിട്ട് ഒന്നും അറിയാതെ മൗനമെന്ന മുഖഭാവം അണിഞ്ഞ് ഉള്ളിൽ താൻ സന്തോഷിച്ചു. വിഷമങ്ങളിൽ പങ്കുചേർന്നു എന്ന് വരുത്തി താൻ എല്ലാവരെയും കബളിപ്പിച്ചു. ഇതിനോടൊക്കെ തന്നോട് പൊറുക്കാൻ രാജാറാമിന്റെ ആത്മാവിന് പോലും സാധ്യമല്ല. എന്നെ മാത്രമേ നിനക്ക് പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ വെറും ഒരു ഇടനിലക്കാരൻ മാത്രമാണ് രാജാറാം. എന്റെ മുന്നിലും പിന്നിലും തക്കം നോക്കിയിരിക്കുന്നവർ വേറെയുണ്ട്. ഈ സെക്യൂരിറ്റിക്കാരുടെ ബലത്തിലല്ലാതെ നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്കങ്ങനല്ല. രവിക്ക് നീയും നിനക്കിവരും. ഇവരുടെ കോട്ടകൾ തകർത്ത് നിന്റെ ഉരുക്കുകോട്ട തകർത്ത് രവിവർമ്മനെ എത്ര പൊതിഞ്ഞു പിടിച്ചാലും ഒരു നാൾ രവിവർമ്മന്റെ ജീവനെടുക്കാൻ പോന്ന ഒരാൾ വരും രാജാറാം. രവി, നീ നോക്കിക്കോ, ഇയാളെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ എല്ലാം. അഥവാ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഒരു അനുവാദം മതി, ഇയാളെ കൊണ്ട് തള്ളും ഞാൻ. അത്രയ്ക്ക് മാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് നിന്നെ, നിന്റെ കുടുംബത്തിനെ. എനിക്കറിയാം നിനക്ക് ഇയാളോട് എത്രമാത്രം ദേഷ്യമുണ്ടെന്ന്. നീ ബാക്കിയെല്ലാം മറന്ന് രണ്ട് പൊട്ടിക്ക് രവി. ഇങ്ങനെ പകുതി മരണമായ എന്റെ മുന്നിലുള്ള ഇയാളോട് എനിക്ക് എന്ത് ദേഷ്യം രാജാറാം. കർമ്മഫലത്തിലുള്ളത് ഇയാൾ ഇപ്പോഴേ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അത് വിടാതെ പിന്തുടരുകയും ചെയ്യും. കണ്ണടച്ച് വിശ്വസിച്ചതും സംശയത്തിന്റെ കണ്ണിൽ നോക്കാത്തതും എന്റെ തെറ്റ്. ഒരാളുടെ വേഷം കൊണ്ടും സംസാര രീതി കൊണ്ടും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നുള്ള പാഠം ഇയാൾ എന്നെ പഠിപ്പിച്ചു. എനിക്കാവശ്യം ഇയാളെ അല്ല, ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച രാഗസുതയ. ഉടനെ അവളെ എനിക്കിവിടെ കാണണം രാജാറാം. ഞാൻ ഇത്രയും പറഞ്ഞത് തന്നോട് ഞാൻ ക്ഷമിച്ചു എന്നൊരർത്ഥത്തിലല്ല. അതിന് ഈ ജന്മത്തിൽ എനിക്കാവുകയില്ല. കാരണം ബാലമ്മയ്ക്ക് എന്റെ മനസ്സിൽ ഞാൻ തന്നിരുന്ന സ്ഥാനം എത്ര വലുതാണെന്ന് ബാലമ്മയ്ക്ക് അറിയാതെ പോയി. എന്റെ അമ്മയുടെ മുന്നിൽ താണു വണങ്ങി നിന്നിരുന്ന ബാലമ്മ എന്റെ അമ്മയ്ക്ക് ആരൊക്കെയായിരുന്നു? ആ പൂജാമുറിയിൽ നിങ്ങൾ തെളിച്ച വിളക്കുകൾക്കൊന്നും ഒരർത്ഥവും ഇല്ലാതാക്കി കളഞ്ഞല്ലോ ബാലമ്മ. എന്റെ അമ്മയുടെ കൈകൊണ്ട് വിളമ്പിയ ഭക്ഷണം രുചിയോടെ നിങ്ങൾ കഴിച്ചപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനൊരു രൂപം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല ബാലമ്മ. ഇപ്പോ തന്നോട് സംസാരിക്കാൻ പോലും അറപ്പ് തോന്നുന്നു. രാജാറാം, രാഗസുത എവിടെ ഉണ്ടെന്നറിയുന്നത് വരെ
ഇയാള് പുറം ലോകം കാണരുത്. ഇയാളുടെ നാവിൻ തുമ്പിൽ നിന്നും അപ്പോഴും സത്യം പുറത്തു വരുന്നില്ല എങ്കിൽ ബാക്കി അപ്പൊ തീരുമാനിക്കാം. അച്ഛാ പോയിട്ട് എന്തായി? എവിടെ രാഗസുധ? എവിടെ? അവള് പോയേക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കി മോളെ, എങ്ങും കണ്ടില്ല. കണ്ടില്ലേ? പിന്നെ അവളിതെവിടെ പോയി? നമ്മൾ അന്വേഷിക്കുന്നു എന്നറിഞ്ഞിട്ട് നാട് വിട്ട് കാണുമെന്ന എന്റെ സംശയം. എന്തിന്? നമ്മൾ വേറൊന്നിനല്ലല്ലോ അന്വേഷിക്കുന്നത്. അത് നമുക്കല്ല മാഡം അറിയൂ. രാഗസുധ എന്നൊരു പേരല്ലാതെ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എവിടുന്ന് വന്നു, എങ്ങോട്ടേക്കാണ് പോകാൻ സാധ്യതയുള്ളത്, ഇത്രയും കാലം എവിടെയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കൈവിട്ടിനി പോയാലും കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ പോകില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ മുന്നിൽ അവള് വരും. അത് ഇന്നെങ്കിൽ ഇന്ന്. ഞാൻ പറഞ്ഞു വന്നത് അത് മാത്രമല്ല മാഡം. ഈ രാഗസുധ എന്ന പെൺകുട്ടി എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ നാട്ടിലേക്ക് വന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇനി വല്ല കുഴപ്പത്തിലും ചെന്ന് ചാടിയാൽ അത് നിങ്ങളെ കൂടി ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് സാറിന്റെ പോലീസ് ബുദ്ധി കൊണ്ട് തോന്നുന്നതാ. ഈ പറയുന്ന പോലെയും പേടിക്കുന്ന പോലെയും ഒന്നും ഉണ്ടാവില്ല. രാഗസുധ ഇങ്ങ് തിരികെ വരും, എനിക്ക് ഉറപ്പുണ്ട്. അല്ല മോളെ, സാറ് പറഞ്ഞതിലും കാര്യമില്ലേ? ഒരു കാര്യമില്ല അച്ഛാ. അല്ലെങ്കിൽ തന്നെ എനിക്ക് നിങ്ങളോട് രണ്ടാളോടുവാ ചിലത് ചോദിക്കാനുള്ളത്. രാഗസുധ വീട്ടിൽ വന്നിട്ട് ഇതുവരെ നിങ്ങൾ രണ്ടാളും എന്താ എന്നോട് പറയാതിരുന്നത്? എങ്കിലിപ്പോ ഈ കാത്തിരിപ്പിന്റെ ആവശ്യം വരില്ലായിരുന്നല്ലോ. സ്വന്തം വീട്ടിലുള്ള ആളെ തെരഞ്ഞ് ഞാൻ നാട് മുഴുവൻ അലഞ്ഞു. അതിപ്പോ മോൾക്ക് അവളെ പരിചയം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ.